വേൾഡ്. എങ്ങനെ നമുക്കിന്ന് സ്കിൻ വൈറ്റനിങ് ടാൻ റിമൂവിംഗ് ഒക്കെ ആയ ഗോട്ട് മിൽക്ക് സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ സാധാരണ മിൽക്ക് എടുത്ത് നമ്മൾ റെഗുലറായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് വന്നാലേ നമ്മുടെ സ്കിന്നൊന്ന് ഒരു ഷെയ്ഡൊക്കെ ഇമ്പ്രൂവ് ആയി നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കും. അതും ഗോട്ട് മിൽക്ക് സോപ്പ് ആണെങ്കിൽ നമുക്ക് ഡബിൾ ബെനിഫിറ്റ്സ് കിട്ടും. കാരണം അതിൽ ധാരാളം ലാക്റ്റിക് ആസിഡും ബ്ലീച്ചിങ് ഏജൻറ്റ് നാച്ചുറലായിട്ട് നമ്മൾ ബ്ലീച്ച് ചെയ്യാനുള്ള ബ്ലീച്ചിങ് ഏജൻറ്റും ഒക്കെ അതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഗോട്ട് മിൽക്ക് ഈസ് ദ ബെസ്റ്റ് സോപ്പ് എന്ന് പറയുന്നത് ഗോട്ട് മിൽക്കാണ്. കാരണം ഞാൻ ഒരു 6 മാസം കൊണ്ട് തന്നെ ഈ സോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഒരു 2 ആഴ്ച യൂസ് ചെയ്യുമ്പോഴേ നമ്മുടെ കയ്യിലുള്ള ടാനൊക്കെ റിമൂവായി പോകുന്നത് കാണാം. ഞാൻ എൻ്റെ കൈകളിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം ഞാൻ 2 വീലറൊക്കെ ഓടിച്ച് എൻ്റെ സ്കിൻ അത്രയും ടാനായി ഈ മുടിയുടെ കളറിലിരുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ പാക്കൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യാം, കൈകളിലൊക്കെ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരു 2 ദിവസം ചെയ്യും, പിന്നെ ഞാൻ ചെയ്യില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഗോട്ട് മിൽക്ക് സോപ്പ് ഫസ്റ്റ് ട്രൈ ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ ടാനൊക്കെ കുറേശ്ശെ മാഞ്ഞു പോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തത്. ഇപ്പോഴങ്ങനെ ഭയങ്കര കളറൊന്നും ഇല്ലെങ്കിലും 1-2 ഷെയ്ഡൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആവാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇതിന് ഒത്തിരി വാല്യൂ ഉള്ളത്. ഇത് ഒരു സോപ്പിന് തന്നെ സെർച്ച് ചെയ്താൽ മനസ്സിലാവും 150-200 രൂപയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ശരീരം മൊത്തം ഒന്നും യൂസ് ചെയ്യില്ല, വെറും കൈ. കാരണം ഇത് കോസ്റ്റ്ലി ആണല്ലോ. ഞാൻ കൈകളിലും കഴുത്തിലും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അത് ജെന്യുവനായിട്ട് പറയുന്നത്, ഞാൻ ഇത് മുഖത്ത് യൂസ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ എക്സ്ട്രീം ഓയിലി സ്കിന്നാണ്. അത് കാരണം എൻ്റെ സ്കിന്നിനെ കൂടുതൽ ഇത് ഓയിലി ആയിട്ടാണ് ആക്കുന്നത്. കാരണം ഇത് ധാരാളം പാലിൻ്റെ കണ്ടൻറ്റ്, പാലിൽ നിന്നാണല്ലോ സാധാരണ നമ്മൾ നെയ്യും എല്ലാം എടുക്കുന്നത്. അത് കാരണം ധാരാളം പാലിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് എൻ്റെ സ്കിന്നെ കൂടുതൽ ഓയിലി ആക്കും. ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് ബെസ്റ്റ് സോപ്പ്. അത് കാരണം എല്ലാവരും ഇത് ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളുടെ ടാനൊക്കെ ഇത് റിമൂവ് ചെയ്യാൻ ബെസ്റ്റ് സോപ്പാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനകത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനാണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഞാൻ ഭാഗമായിട്ടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ആദ്യം എടുക്കാൻ പോകുന്നത് ഉഴുന്നാണ്. നമ്മുടെ ദോശയ്ക്കും ഇഡലിക്കൊക്കെ യൂസ് ചെയ്യില്ലേ ഉഴുന്ന്, ഇതിനെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നാച്ചുറലായിട്ടുള്ള ബ്ലീച്ചിങ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിലുള്ള ടാനെല്ലാം റിമൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഉഴുന്ന് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചുവന്ന പരിപ്പുണ്ടല്ലോ, സാമ്പാറിലിടുന്ന പരിപ്പിൽ ചുവന്ന കളർ പരിപ്പുണ്ട്. അത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് വൈറ്റൻ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അതിൽ നിന്ന് ഞാനിവിടെ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ചുവന്ന പരിപ്പെല്ലാം സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിനെ വാങ്ങി പൊടിച്ച് നമുക്കിതേപോലെ ആഡ് ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് കോൺഫ്ലവറാണ്, നമ്മുടെ ചോളമാവ്. അത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ഇത് നമ്മുടെ സ്കിന്നിനെ ടാനെല്ലാം മാറ്റി വൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂണിന് താഴെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പശുവിൻ്റെ പാലാണ്. പശുവിൻ പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പശുവിൻ പാൽ നമ്മുടെ സ്കിന്നിനെ നാച്ചുറലായിട്ട് ബ്ലീച്ച് ചെയ്യാനും വൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു, ഗ്ലോ ആക്കാനും ഒക്കെ. അത് ഞാനിവിടെ മിക്സ് ചെയ്യുന്ന അളവിന് ഒഴിച്ചു, ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന അളവിന് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഞാനിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നു. അപ്പോൾ അതിലുള്ള എസൻസ് എല്ലാം ഇറങ്ങി അതൊന്ന് കുതിർന്നിരിക്കും. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടും. അതിനുശേഷം നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. ആദ്യം വേണ്ടത് ഗോട്ട് മിൽക്ക് സോപ്പ് ബേസാണ്. ഇത് നിങ്ങൾക്ക് ആമസോണിലും മീഷോ ഇങ്ങനത്തെ ആപ്പിലെല്ലാം വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് സോപ്പ് ബേസ് കട്ട് ചെയ്തിടാം. ഞാനൊരു 200 ഗ്രാം സോപ്പ് ബേസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്കിതിനെ ഒന്ന് ഡബിൾ ബോയിലർ മെത്തേഡിൽ ഹീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ ഗോട്ട് മിൽക്ക് ബേസ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പം മെൽറ്റ് ആവട്ടെ എല്ലാം. അപ്പോൾ എല്ലാം ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരട്ടെ. കണ്ടോ? അപ്പോൾ നമുക്ക് ശരിക്കും ഒരു പാൽ എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. ഇതിൻ്റെ അടിയിൽ ഒരു ഇതും ഇല്ലാണ്ട് എല്ലാം നന്നായിട്ട്, ഇപ്പോൾ എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ആൾറെഡി കുതിർത്ത് വെച്ചിരുന്ന ഇത് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റ് ഓയിലാണ്. നമ്മൾ ആൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഓയിലാണ്. ഞാൻ മാക്സിമം എല്ലാത്തിലും ക്യാരറ്റ് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ബെനിഫിറ്റ്സ് അതിനുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കും.
ഞാൻ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഓയിലും നമ്മളുടെ എല്ലാ പൊടികളും എല്ലാം നന്നായിട്ട് മിക്സാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി ഫൈനലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, ഇത് ഓപ്ഷണലാണ്, റോസാപ്പൂവാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് റോസാപ്പൂവാണോ ഉള്ളതോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിത് പറിച്ച് വെച്ചിട്ട് 2-3 ദിവസം ആയിട്ടുണ്ട്. കാരണം എനിക്ക് വേറെ ഫ്രഷായിട്ട് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാനിതിവിടെ ഒരു റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം റോസാപ്പൂവിൽ ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ, ലൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഏജൻറ്റാണ് റോസാപ്പൂ. അപ്പോൾ ഞാനത് അതിൻ്റെ ഇതളുകളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചൂടായിട്ട് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ എസൻസ് എല്ലാം ഇതിൽ ഇറങ്ങി അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ടെല്ലാം. ഇനി നമുക്കിതിനെ ഒന്ന് മോൾഡിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് മോൾഡിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 200 ഗ്രാം എടുത്തപ്പോൾ കറക്റ്റ് എനിക്ക് ആ ഒരു മോൾഡ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് മോൾഡിൽ നിന്ന് എടുക്കാം. കണ്ടോ, നമ്മുടെ സോപ്പ് ഇവിടെ, സ്കിൻ വൈറ്റനിങ് സോപ്പ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ റെഡിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് വെറുതെ എടുത്ത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടില്ല. കാരണം നമ്മൾ കൈകളിൽ നനച്ച് വെച്ചിട്ട് ഇങ്ങനെ സോപ്പ് എടുത്ത് നിങ്ങളിങ്ങനെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് ഒരു ക്രീമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പോലെ 1 മിനിറ്റ് നമ്മൾ നന്നായിട്ട്, ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ഒരു പാല് മൊത്തം ഇങ്ങനെ ആയതുപോലെ അങ്ങനെ നിങ്ങൾ 1 മിനിറ്റ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ടേ ഇരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുന്നത്. എന്നിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ മോയ്സ്ചറൈസർ ഒന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കോക്കനട്ട് ഓയിലെങ്കിലും അപ്ലൈ ചെയ്യണം. ക്യാരറ്റ് ഓയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ഓയിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഒരു സ്കിൻ വൈറ്റനിങ് കൂടുതൽ എഫക്റ്റ് കിട്ടും. അതുമാത്രമല്ല ക്യാരറ്റ് ഓയിലിൽ വന്ന് SPF ഉണ്ട്. അങ്ങനെ ഭയങ്കര SPF ഒന്നും കിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്നും ഇല്ലാത്തതിന് അത് അല്പമെങ്കിലും SPF തരും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.